ഡിയർ സ്റ്റുഡൻസ്, മണി 4 മണി. നിങ്ങളുടെ മാണിക്കിൻ്റെ ഒരു ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇടുക. രണ്ടാം ഭാഗം പാർട്ട് 1 ഇടുന്നുള്ളൂ. ഇനിയുള്ള അപ്പം മുമ്പ് പറഞ്ഞു നിർത്തിയത് വൃഷഭ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത്താണ് മാണിക്കൻ എന്ന് പറഞ്ഞൊരു ആൻസർ ഇട്ട് നിർത്തിയിരുന്നു. പിന്നെ എൻ്റെ സൗണ്ട് പ്രോബ്ലം കൊണ്ട് ബാക്കി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മണി 4 ഇതുകൂടി ചെയ്തു തരാം. കേട്ടോ, ഇത് ഒന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ച് കേട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ അഴകൻ അറിയാവുന്ന പരമാർത്ഥം എന്തെന്നുള്ളതാണ്. അഴകൻ അറിയാവുന്ന പരമാർത്ഥം എന്ന് പറഞ്ഞാൽ കാളകൾ പണിയിക്കാനുള്ള മൃഗങ്ങളാണ്, അല്ലാതെ സ്നേഹിക്കാനുള്ള മൃഗങ്ങളല്ല. കാരണം അവർ ഒരു കാളക്കിടാവിനെ വളർത്താൻ കിട്ടി അതിനെ പൊന്നു പോലെ നോക്കി അവരുടെ വീടും മക്കളെ പോലെ തുല്യമായി പരിപാലിക്കുക. അപ്പോൾ അത്തരം പരിപാലനം നടക്കുന്നതുകൊണ്ട് അവർക്ക് വേർതിരിവുകളൊന്നുമില്ല. പക്ഷേ കാളകൾ സ്നേഹിക്കാനുള്ള ജന്തുക്കളല്ല, ലാഭത്തിന് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ വേണ്ടിയാണ് യജമാനന്മാരുടെ ഒരു കച്ചവടമാണിത്. ഇതിനെ വിറ്റിട്ട് മറ്റൊന്നിനെ വാങ്ങി വീണ്ടും വരെ വളർത്താൻ തന്നെ ഇവർക്ക് അവകാശങ്ങളൊന്നുമില്ല. ഈ കാളയെ വിറ്റാൽ മറ്റൊന്നിനെ വാങ്ങും, അങ്ങനെ കൃഷി നടക്കും. ഇതിനും കൃഷിക്കാരൻ ഇവർ തന്നെയായിരിക്കും. പിന്നെ ഈ മാണിക്കിന് മാത്രം എന്താണ് പ്രത്യേകത? അപ്പോൾ അഴകൻ അറിയാവുന്ന പരമാർത്ഥം ഇതൊരു മൃഗമാണെന്ന് തന്നെ പരിഗണിക്കണം, അല്ലാതെ സ്നേഹിക്കാനുള്ള ജന്തുക്കളല്ല എന്ന വസ്തുതയാണ് അഴകന് മനസ്സിലായിട്ടുള്ളത്. തുടർന്ന് അഴകൻ്റെ ഹൃദയം പൊട്ടുന്ന ഒരു കാഴ്ച അവൻ ചിന്തിച്ചപ്പം അഴകനെ ഇപ്പോൾ അവർ പൊന്നുപോലെ നോക്കുന്ന മാണിക്കിനെ വിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അവൻ കണ്ടിട്ടുണ്ട് മറ്റ് കാളകളുടെയും കൃഷിക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്. ഉടലിൻ്റെ ഇരുവശവും നീണ്ടു മുറിഞ്ഞ മുറിവുകളും പാടുകളുമായി നിരവധി കാളകളെ അഴകൻ കണ്ടിട്ടുണ്ട്. ഇത്തരം അവസ്ഥ മാണിക്കിനവന് ചിന്തിക്കാൻ പറ്റത്തില്ല. അന്നൊരിക്കൽ ഏനാദി വളർത്തുന്ന മൂരി കണ്ടത്തിൽ ജോലിക്കിടെ വീണപ്പോൾ അതിൻ്റെ കണ്ണിൽ മുളകരച്ച് അതിനെ ഉണർത്തി ജോലി ചെയ്യിക്കുന്നത് കണ്ടിട്ടുണ്ട്. തീർന്നില്ല, മൂക്കിൽ തീക്കൊള്ളി വയ്ക്കുക, വാൽ പിടിച്ചൊടിക്കുക, ഇങ്ങനെ ഒരുപാട് കടുങ്കൈകൾ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവൻ നിത്യേന കാണുന്നതാണ്. ആ സ്ഥാനത്ത് മാണിക്കിൻ്റെ അകത്ത് ഒരുപടി മണ്ണ് വീഴാതെ പോലും പരിപാലിക്കുന്നതാണ്. അങ്ങനെയുള്ള മാണിക്കിനെ വിറ്റാൽ മാണിക്കിൻ്റെ അവസ്ഥ ഇത് തന്നെ ആവില്ല എന്ന ചിന്തയാണ് അവൻ അഴകൻ്റെ ഹൃദയത്തെ പൊട്ടിക്കുന്നത്. അപ്പോൾ അതിനെ വിറ്റാൽ മറ്റൊന്നിനെ വാങ്ങുക. അപ്പോൾ മാണിക്കൻ ഇങ്ങനെ കഠിനമായ വേല ചെയ്തും ജീവിതത്തിന് ശീലിച്ചൊന്നുമില്ല. സ്നേഹം കൊണ്ട് വളർത്തപ്പെട്ടൊരു മൃഗമാണ്. സ്വാഭാവികമായിട്ടും അത് പോയാൽ ഇതേ അവസ്ഥ അതിനും ഉണ്ടാകുമെന്ന് ഓർത്തപ്പോൾ ചോദ്യം ഇതാണ്, അഴകൻ്റെ ഹൃദയം പൊട്ടുന്ന കാഴ്ച എന്താണ്? അതിനിടയിൽ യജമാനൻ തകൃതിയായി ഇതിനെ വിൽക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ശക്തമായി നീങ്ങുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അഴകന് മാണിക്യനുമായുള്ള വിയോഗ ഭീതി ഒഴിഞ്ഞ്, അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് വിയോഗം എന്നാണ്. വിയോഗം എന്ന് പറഞ്ഞാൽ വേർപാട്. അതായത് അഴകനും മാണിക്യനും തമ്മിലുള്ള ഒരു വിയോഗം ഉണ്ടാകുന്നത് താൽക്കാലികമായി ഒഴിഞ്ഞു. എങ്ങനെയെന്ന് ചോദിച്ചാൽ പിന്നെ അഴകൻ കരിമല ശാസ്താവിന് ഒരു നേർച്ച നേർന്നു. എന്താ ആ നേർച്ച? ലൈൻ പഠിക്കണം കേട്ടോ. എൻ്റെ കരിമല ശാസ്താവ്, ഇവിടെ ശാസ്താവെന്ന് തന്നെ എഴുതി, തെറ്റൊന്നുമില്ല. ശാസ്താവെ, മണിച്ചന് വിലയെടുക്കാതെ പോയാൽ ഏനൊരു കെട്ടും പടുക്കുകയും കഴിച്ചേക്കാമേ. അത് ആ ക്ഷേത്രത്തിലൊരു നേർച്ചയത്. ആ ലൈൻ ഒന്നുകൂടെ, എൻ്റെ കരിമല ചാത്താവെ, മണിച്ചന് വിലയെടുക്കാതെ പോയാൽ ഏനൊരു കെട്ടും പടുക്കുകയും കഴിച്ചേക്കാമേ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ദൈവത്തിന് കൊടുത്ത ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു നേർച്ചയാണ്. അത് കേട്ടിട്ടാണോ എന്തോന്നറിയില്ല, കരിമല ശാസ്താവിൻ്റെ പ്രേരണ മൂലമോ എന്തോ യജമാനൻ പറഞ്ഞ വലിയ വിലയ്ക്ക് കാള വിൽക്കാതെ പോയി. ഒരു കാളയ്ക്ക് എന്തായാലും ഒരു ആനയുടെ വില ആരും നൽകുകയില്ല. പക്ഷേ അയാളൊരു വലിയ വിലയിൽ ഉറച്ചു നിന്നുകൊണ്ട് മാണിക്യനുമായുള്ള വിയോഗ ഭീതി ഒഴിഞ്ഞ്, തീർച്ചയായും ഈ പാഠത്തിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമെന്നാണ് വിയോഗം എന്നാണ്. ഇനി വേറൊരു വാക്ക് വരാനുണ്ട്, സംയോഗം. അത് തൊട്ടടുത്ത് പറയാം. അപ്പം അഴകൻ്റെ കരിമല ശാസ്താവിന് നൽകിയ നേർച്ച കൊണ്ടാവാം, ആവാം യജമാനൻ വലിയൊരു വിലയിൽ ഉറച്ചു നിന്നതുകൊണ്ടും മാണിക്യൻ്റെ കച്ചവടം നടന്നില്ല. ഓക്കെ, ഇനിയാണ് ഈ പാഠത്തിലും സുപ്രധാനമായ ഒരു സീനിലേക്ക് വരും. ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നത് വലിയ വിധ ദിനം എന്ന് പറഞ്ഞാൽ കാളകൂട്ട് മത്സരമാണ്. സ്വാഭാവികമായും സമ്മാനങ്ങൾ നേടുന്നത് അഴകൻ തെളിക്കുന്ന മാണിക്യൻ എന്ന നമ്മുടെ കാളയും ചോദിയുടെ പോത്തുമാണ്. അതാണ് ജോഡി. ഇത്തവണ ചോദി പറഞ്ഞു അവർ രണ്ടുപേരും യജമാൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തുല്യതയുള്ള 2 തൊഴിലാളികളാണ്. അവർക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വേർതിരിവൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചോദി പറഞ്ഞു, ഇത്തവണത്തെ കാളകൂട്ട് മത്സരം ഞാൻ നയിക്കാം, അതിനെന്നെ അനുവദിക്കണം. സ്വാഭാവികമായും അയാൾ ചിന്തിച്ചപ്പം ആ ചോദ്യത്തിലൊരു പരമാർത്ഥം ഉണ്ടെന്ന് തോന്നി. അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമല്ല. അത്തവണ എന്ത് ചെയ്തു? അഴകൻ എന്ത് ചെയ്തു? അത് അനുവദിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പോത്തിനെയും കാളയും 2 സൈഡിലായിട്ട് വെച്ച് കെട്ടി താൻ തന്നെയാണ് നയിക്കുന്നത് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് പിന്മാറുകയും ആ മത്സരത്തിലേക്ക് കയറുകയും ചെയ്തു. മത്സരം ആരംഭിച്ചു. അതിൻ്റെ ലഹരിയാർന്ന യാത്രയ്ക്കിടയിൽ പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്ന പോലെയാണ്, ഇച്ചിരി സ്പീഡായിക്കൊള്ളാമെന്ന് ആർക്കാ ചിന്തിക്കാൻ വയ്യാത്തത്. ചോദ്യം എന്ത് ചെയ്തു? കൈവശം വരുന്ന വടിവെച്ച് മാണിക്യൻ്റെ പുറം പൊള്ളിക്കുമാറ് ഒരു കാരണത്തിന് അടിയിട്ട് കൊടുത്തു. മാണിക്യനൊരു നുള്ളു പോലും കേൾക്കാത്തൊരു ഒന്നാന്ന് പറഞ്ഞു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി അഴകനല്ല ചോദ്യമാണ് നയിക്കുന്നത്. പെട്ടെന്ന് കയറ് പൊട്ടിച്ചു, കൂട്ടത്തിലുള്ള കാളയെ പോത്തിനെ കുത്തിമറിക്കുന്നു, വണ്ടി മറിച്ച്
ചോദ്യയെ കൊല്ലാനായിട്ട് ഓടിച്ചു. വളരെ ദൂരം ആളുകൾ ജീവനും കൊണ്ട് ഓടിയെന്ന് പറയുന്നു. പ്രാണഭീതിയോടെ ആളുകൾ ഓടിക്കളഞ്ഞു. ചോദ്യം ഓടി. മാണിക്യൻ അവൻ്റെ നേരെ പാഞ്ഞു. മാണിക്യൻ അവനെ കുത്തി മലർത്താൻ പാഞ്ഞെടുത്തപ്പോൾ അഴകൻ ചാടി വീണു. ചോദ്യയെ കൊമ്പിൽ കോർത്ത് കൊല്ലാനാഞ്ഞ മാണിക്യൻ്റെ മുന്നിലേക്ക് അഴകൻ ഒരു മിന്നൽ പിണർ പോലെ ചാടി വീണു. ഇവിടെ പറയുന്ന കൽപ്പാന്ത കാലനെ പോലെ അലറി പാഞ്ഞുകൊണ്ടിരുന്ന ആ കാളയുടെ ചെവിക്ക് പിടിച്ച് സമസ്ത ശക്തിയും സംഭരിച്ച ഒരൊറ്റ അടിയായിരുന്നു. അതിൻ്റെ പുറം പൊട്ടിപ്പോയി. യജമാനൻ വലിയ വിലയ്ക്ക്, ആനയുടെ വിലയ്ക്ക് വിൽക്കാൻ വെച്ചിരുന്ന കാളയെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചോദ്യയെ രക്ഷിക്കാൻ വേണ്ടി അഴകൻ അടിക്കേണ്ടി വന്നു. അതിൻ്റെ പുറം പൊട്ടിപ്പോയി. ഇതോടെയാണ് യജമാനനും മാണിക്യനും അഴകനും തമ്മിലുള്ള ബന്ധത്തിൽ തകർച്ച ഉണ്ടാകുന്നു. ആ ജോലി വിട്ട് പോകേണ്ടി വരുന്നു. ആ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ചോദ്യം വലിയ വിധ ദിനം, ഇന്ന് ഞാൻ പലരെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. വലിയ വിധ ദിനത്തിൽ എന്താണ് നടന്നത്? മാണിക്യനെ നിയന്ത്രിച്ചത് അന്ന് ചോദ്യയാണ്. മത്സരത്തിൻ്റെ ലഹരിയിൽ മാണിക്യൻ കുതിച്ചു പാഞ്ഞു. ആ സമയത്ത് ചോദ്യം ലഹരി മൂത്തപ്പോൾ മാണിക്യന് ഉച്ചരൻ അടി കൊടുത്തു. പുറം പൊട്ടി അത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അഴകനല്ല, ചോദ്യമാണ് നയിക്കുന്നതെന്നാണ്. ഉടനെ അത് കയറ് പൊട്ടിച്ച് ഒപ്പമുള്ള പോത്തിനെയും കുത്തി മലർത്തി വണ്ടിയും മറിച്ച് ചോദ്യം കൊല്ലാനായിട്ട് ഓടിച്ചു. വളരെ ആളുകളെല്ലാം കാഴ്ചക്കാരായി നിന്നവരെല്ലാം ജീവനും കൊണ്ട് ഓടി. തൊട്ടു പിന്നാലെ പാഞ്ഞു ചെന്ന് ചോദ്യയെ കൊല്ലുന്ന ഘട്ടമെത്തിയപ്പോൾ അഴകൻ ചാടി വീണ് ഏത് വിധേനയും ചോദ്യം രക്ഷിക്കുക എന്നുള്ളത്, അതിനപ്പുറത്ത് വേറെ ചിന്തിച്ച് കാണത്തില്ല. എന്തായാലും സർവ്വശക്തിയും ഉപയോഗിച്ച് അതിൻ്റെ ചെവിയെ പിടിച്ച് വലിച്ചിട്ട് സർവ്വശക്തിയും സമാഹരിച്ച് ഒറ്റയടിയാണ് അതിൻ്റെ പുറം പൊട്ടിപ്പോയി. ഈ സംഭവത്തോടെയാണ് യജമാനൻ്റെ ജോലിക്കളത്തിൽ നിന്ന് അവന് പുറത്തു പോകേണ്ടി വന്നതുമായിട്ടുള്ള പിന്നീടുള്ള സംഭവ തീർച്ചയായും ഇത് 1-2 പ്രാവശ്യം കേട്ട് പഠിച്ചാൽ കുഴപ്പമില്ല. ഇനി അതിനകത്ത് ലാസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ നമുക്കിനിയുള്ളത്, ഇതേ തുടർന്ന് യജമാനൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് ശിക്ഷിക്കുകയും ചെയ്യുന്നത് ക്ഷിപ്ര ദണ്ഡനും ക്ഷിപ്ര ഗോപിയുമൊക്കെയാണ്. അപ്പോൾ യജമാനൻ എന്ത് ചെയ്തു? ചോദ്യയോട് പറഞ്ഞ് എന്ന് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവനെയും രണ്ടിനും കൊണ്ടുവരാനാണ് പറഞ്ഞത്. വലിയ വില കൊടുത്ത് വിൽക്കാൻ വെച്ചിരുന്ന അതിനെ പുറം പൊട്ടിച്ച് അടിച്ചു പൊട്ടിച്ചതോടെ യജമാനൻ വലിയ കോപാത്തലായി. യജമാനൻ ചോദ്യയോട് പറഞ്ഞ പ്രകാരം ചോദ്യം അതിനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ചെല്ലുമ്പം അഴകൻ പേടിച്ച് വിറച്ച് പനിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ചോദ്യം എന്ന് ഈ ഘട്ടത്തിൽ നമ്മുടെ മാണിക്യനെ അഴിച്ചുകൊണ്ട് യജമാനൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന വഴി പഴയതുപോലെ തന്നെ നമ്മുടെ മാണിക്യൻ പ്രശ്നം ഉണ്ടാക്കി. ആകെ വലിയൊരു ബഹളം തന്നെ നടന്നു. മാണിക്യൻ തലയൊന്ന് കുലുക്കി, തക്കത്തിനൊരു ചീറ്റലോടെ അത് കുതറിപ്പാഞ്ഞു. ഒരാൾ ദൂരത്തെറിച്ചു, മറ്റൊരാൾ പറന്നു. ധൈര്യവാനായ ചോദ്യം മാത്രം പിടിവിട്ടില്ല. ആ പാതയുടെ അങ്ങേ വളവിൽ വെച്ച് മരക്കൊമ്പിൽ ചെന്ന് കെട്ടി അവൻ്റെ ഒരു കാലൊടിഞ്ഞു പോയി. മാണിക്യൻ വിരണ്ടോടുന്ന ആനയെപ്പോലെ വിരണ്ടോടാൻ തുടങ്ങി. ഒരു മാടമെടുത്തു, പല വേലികൾ പൊളിച്ചു, ഒട്ടേറെ വിളകൾ നഷ്ടപ്പെടുത്തി. ആ കർഷക സങ്കേതമാകെ ഭയവിഭ്രാന്തമായി മുറവിളി. ചോദ്യം ഇങ്ങനെ വരാം, ആ കർഷക സങ്കേതമാകെ ഭയവിഭ്രാന്തമായി മുറവിളി കൂട്ടി എന്ന് പറയുമ്പോൾ ഈ സംഭവമാണ് ഇരുന്നത്. ചോദ്യം മാണിക്യനെ പിടിച്ചുകൊണ്ട് വരുന്നു. അത് അവൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ആ കർഷക സങ്കേതമാകെ തകർത്തു വരുന്നു. അപ്പോൾ വീണ്ടും അഴകൻ ചെന്നവനെ പിടിച്ചുകൊണ്ട് വരും. ഇവിടെയാണ് ചോദ്യം വരുന്നത്. ഈ സംയോഗം ക്ഷണികമാണെന്ന് അവനറിയാം. മുമ്പ് ഞാൻ പറഞ്ഞ വിയോഗമാണ്, അത് വേർപാടാണെങ്കിൽ ഇത് സംയോഗം ഒത്തുചേരലാണ്. ചോദ്യം എന്താണ്? ഈ സംയോഗം ക്ഷണികമാണെന്ന് അവനറിയാം. അപ്പോൾ ആ സംയോഗം എന്താണ്? ഇപ്പോൾ അഴകന് താൽക്കാലികമായി മാണിക്യനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. യജമാൻ്റെ അടുത്തേക്ക് പോയില്ല തൽക്കാലത്തിന്. പക്ഷേ അത് ക്ഷണികമാണ്, തൽക്കാലത്തേക്കേ സാധിക്കൂ. വീണ്ടും കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ്. യജമാനം വരും, കൂടുതൽ ആളെ കൂട്ടിക്കൊണ്ടു ബലമായി അതിനെ കൊണ്ടുപോകുന്നത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ സംയോഗം തൽക്കാലത്തേക്ക് അവർക്ക് ഒത്തുചേരും. 2 വാക്കുകളുടെ വ്യത്യാസം അത്. ഒന്ന് വിയോഗമാണ്, അത് വേർപാടാണ്. എന്ന് വെച്ച് മനസ്സിൽ വെച്ചാൽ വിയോഗം വേർപാട്, സംയോഗം ഒത്തുചേരലാണ്. ഓക്കെ. അപ്പം നമ്മുടെ പ്ലാൻ ചെയ്ത പോലെയുള്ള മാണിക്യൻ്റെ 1ാം ഭാഗം പൂർണ്ണമായും തീർന്നിട്ട് ഇത്രയും ഭാഗം ഒന്ന് ആവർത്തിച്ച് കേട്ട് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് തന്നെ പറയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ വരാം. അപ്പം എല്ലാവരും അതിന് തയ്യാറാവും. ഓക്കെ.